എൻ്റെ പ്രിയരെ, നിങ്ങൾക്കറിയാമല്ലോ മലയാളത്തിൻ്റെ മഹാനടി ശോഭന പത്മശ്രീ നേടിയിരിക്കുന്നു എന്ന വിവരം. ശോഭന കേവലം മലയാളത്തിൻ്റെ മഹാനടി മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ മഹത്തായ ചലച്ചിത്ര പാരമ്പര്യത്തിൻ്റെയും കലാപാരമ്പര്യത്തിൻ്റെയും അവകാശികളിൽ ഒരുവളാണ്. ശോഭനയുടെ കുടുംബം കലാപാരമ്പര്യമുള്ളതായിരുന്നു. വളരെ കുട്ടിക്കാലത്ത് തന്നെ ശോഭനയെ വിവിധ കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നതിൽ, പ്രത്യേകിച്ച് നൃത്തം അഭ്യസിപ്പിക്കുന്നതിൽ ശോഭനയുടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധ നൽകിയിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ മികച്ച നൃത്താധ്യാപകരോടൊപ്പം പരിശീലനം ലഭിച്ചതിനാൽ ഭരതനാട്യത്തിലും മറ്റും ശോഭന വളരെയേറെ പ്രശസ്തയായിരുന്നു. 1984 ഏപ്രിൽ 18 എന്ന സിനിമയിലൂടെയായിരുന്നു ശോഭന ആദ്യമായി മലയാള സിനിമയിൽ കാൽച്ചുവട് വെച്ചത്. ഏപ്രിൽ 18 എന്ന സിനിമയുടെ സംവിധായകനായ ബാലചന്ദ്രമേനോൻ മീര എന്ന പേരിലാണ് ശോഭനയെ മലയാള സിനിമാ ലോകത്തേക്ക് കൊണ്ടുവന്നത്. ശോഭനയുടെ സിനിമാ ലോകം വൈവിധ്യമാർന്നതും കലാമൂല്യമുള്ളതും ആയിരുന്നു. വാനപ്രസ്ഥം, തേന്മാവിൻ കൊമ്പത്ത്, പരിണയം, മണിച്ചിത്രത്താഴ്, കമലദളം, ഞാൻ ഗന്ധർവൻ, അപരാഗ്നം, ഹിസ് ഹൈനസ് അബ്ദുള്ള, വന്ദനം, നോക്കത്താ ദൂരത്ത്, കണ്ണും നട്ട്, താളവട്ടം, ഇനിയും കഥ തുടരും എന്ന് വേണ്ട മലയാളത്തിൽ ഒട്ടനവധി സിനിമകൾ ശോഭനയുടേതായിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് എന്നിവയായിരുന്നു ശോഭനയുടെ സിനിമാ മേഖലയിലെ പ്രധാന തട്ടകങ്ങൾ. രാഷ്ട്രം കണ്ട ഏറ്റവും വലിയ അവാർഡുകൾ ഉൾപ്പെടെ ശോഭനയ്ക്ക് വിവിധ അവാർഡുകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മവിഭൂഷൺ എന്നീ അവാർഡുകൾക്കൊപ്പം ദേശീയ അവാർഡുകളും മറ്റ് സംസ്ഥാന അവാർഡുകളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തികഞ്ഞ കലാകാരിയായ ശോഭനയ്ക്ക് ഇനിയും ഉന്നതങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.